ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് AVRൻ്റെ ടൈം ഡിലേ, അതുപോലെ തന്നെ എന്താണ് പൈപ്പ് ലൈനിങ്, ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ് എന്നീ കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ ആദ്യം എന്താണ് പൈപ്പ് ലൈനിങ് എന്ന് നോക്കാം. ഈ AVR മൈക്രോ കൺട്രോളറിലും അതുപോലെ തന്നെ ഏത് മൈക്രോ കൺട്രോളർ ആണെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ 3 സ്റ്റെപ്പുകൾ ഉണ്ടായിരിക്കും. ഒന്നാമത്തെ കാര്യം ഓപ്പറാൻഡ് ഫെച്ച്. ഓപ്പറാൻഡ് ഫെച്ച് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷനെ മെമ്മറിയിൽ നിന്നും, നമ്മുടെ പ്രോഗ്രാം മെമ്മറിയിൽ നിന്നും പ്രോസസ്സറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇത് കഴിഞ്ഞാൽ നമ്മുടെ CPU അതിനെ എക്സിക്യൂട്ട് ചെയ്യണം. എന്ത് ഓപ്പറേഷനാണുള്ളത് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പ്രോസസ്സറിനകത്ത് നടക്കണം, CPUവിനകത്ത് നടക്കണം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണോ റിസൾട്ട് അത് ഡാറ്റ മെമ്മറിയിലേക്കോ അല്ലെങ്കിൽ EEPROM ആണെങ്കിൽ അവിടേക്കോ എവിടേക്കാണെന്ന് വെച്ചാൽ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 3 പ്രോസസ്സായിട്ടാണ്, 3 സ്റ്റെപ്പുകളായിട്ടാണ് ഈ മൈക്രോ കൺട്രോളറുകളിൽ ഒരു ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ മൈക്രോ പ്രോസസ്സറുകളിലും അതുപോലെ തന്നെ മൈക്രോ കൺട്രോളറുകളിലും ഒക്കെ ഒരു സമയത്ത് ഒരു ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുകയോ ഇതിലേതെങ്കിലും ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ CPU ആദ്യം ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യും, പിന്നെ എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ രണ്ടാമത്തെ ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യും, അത് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. ഇനി പൈപ്പ് ലൈനിങ് ഉള്ള CPUകളിലാണെങ്കിൽ ഈ ഫെച്ച് ചെയ്യുന്ന ജോലിയും എക്സിക്യൂട്ട് ചെയ്യുന്ന ജോലിയും രണ്ടും ഒരേ സമയം നമ്മുടെ മൈക്രോ കൺട്രോളറിന് നടത്താൻ കഴിയും. അതാണ് പൈപ്പ് ലൈനിങ് ഉള്ള മൈക്രോ കൺട്രോളറുകളുടെ പ്രത്യേകത. ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ അടുത്ത ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുന്നുണ്ടാവും പൈപ്പ് ലൈനിങ് ഉള്ള മൈക്രോ കൺട്രോളറിലാണെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സ്പീഡ് വളരെയധികം കൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ പൈപ്പ് ലൈനിങ് ഉള്ള മൈക്രോ കൺട്രോളർ സിസ്റ്റം ആണെങ്കിൽ. നമ്മുടെ AVR മൈക്രോ കൺട്രോളർ ഈ പൈപ്പ് ലൈനിങ് ഓപ്പറേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മൈക്രോ കൺട്രോളറാണ്. അപ്പോൾ ഈ പൈപ്പ് ലൈനിങ് ഉള്ള ഒരു മൈക്രോ കൺട്രോളറും പൈപ്പ് ലൈനിങ് ഇല്ലാത്ത ഒരു മൈക്രോ കൺട്രോളറും തമ്മിൽ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ടൈമിൽ മാറ്റം വരുന്നത് എന്ന് കാണിക്കുന്ന ഒരു ഗ്രാഫാണിത്. അപ്പോൾ ഇവിടെ ആദ്യം കാണിച്ചിരിക്കുന്നത് പൈപ്പ് ലൈനിങ് ഇല്ലാത്ത ഒരു മൈക്രോ കൺട്രോളർ സിസ്റ്റമാണ്. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഫെച്ച് ചെയ്യും, ആദ്യത്തെ ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യും, ആദ്യത്തെ ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ രണ്ടാമത്തെ ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യും, രണ്ടാമത്തേനെ എക്സിക്യൂട്ട് ചെയ്യും, മൂന്നാമത്തെ ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യും, മൂന്നാമത്തെ ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യും. ഇങ്ങനെ ആണ് നടക്കുന്നത് സാധാരണ മൈക്രോ കൺട്രോളറുകളിലൊക്കെ. ഇനിയിപ്പോൾ പൈപ്പ് ലൈനിങ് ഉള്ള സിസ്റ്റം ആണെങ്കിൽ അവിടെ ആദ്യത്തെ ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്തു, ആദ്യത്തെ ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, ആ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ രണ്ടാമത്തെ ഇൻസ്ട്രക്ഷനെ എന്ത് ചെയ്യാൻ പറ്റും, ഫെച്ച് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യും, ഫെച്ച് ചെയ്യും. മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നാലാമത്തെ ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യും. അപ്പം ഇങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുന്ന സമയത്തും അതിൻ്റെ മുന്നത്തെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് പൈപ്പ് ലൈൻ ഉള്ള സിസ്റ്റത്തിൽ അല്ലെങ്കിൽ മൈക്രോ കൺട്രോളർ സിസ്റ്റത്തിലൊക്കെ പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ X ആക്സിസിൽ കാണിച്ചിരിക്കുന്നത് സമയമാണ്. അപ്പോൾ ഇവിടെ T1 T2 എന്ന് ഉദ്ദേശിക്കുന്നത് ടൈം ഇൻ്റർവെല്ലുകളാണ്. അപ്പോൾ ഇവിടെ ഒരു 6 ടൈം ഇൻ്റർവെൽ കഴിഞ്ഞപ്പോഴേക്കും പൈപ്പ് ലൈനിങ് ഉള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ ഇവിടെ 5 ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നേരെ മറിച്ച് പൈപ്പ് ലൈനിങ് ഇല്ലാത്ത സിസ്റ്റം ആണെങ്കിൽ ആകെ 3 ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇത് സമയം കൂടുതൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ സമയം കൂടുന്തോറും ഇതിൻ്റെ സ്പീഡിൽ വളരെയധികം വ്യത്യാസമാണ് വരുന്നത്. അപ്പോൾ പൈപ്പ് ലൈനിങ് എന്തുകൊണ്ടും സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു ടെക്നോളജിയാണ്. പിന്നെ ഇത് സാധ്യമാവുന്നത് നമ്മളുടെ മൈക്രോ കൺട്രോളറിനകത്ത് കുറേ കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ന്യൂമാൻ ആർക്കിടെക്ചറിന് പകരം ഇവിടെ ഹാർവാർഡ് ആർക്കിടെക്ചറാണ് ഉപയോഗിക്കുന്നത്. അതൊക്കെ നമ്മൾ ഫീച്ചേഴ്സ് കാര്യങ്ങളിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ കുറേ
ഡിസൈനിലുള്ള പ്രത്യേകതകൾ കൊണ്ടാണ് ഇതിൻ്റെ സ്പീഡ് വളരെയധികം കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇനി AVR മൈക്രോ കൺട്രോളറിൽ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള സമയം എങ്ങനെയാണ്, അതിന് എന്തൊക്കെ ഘടകങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളത് ഒന്ന് നോക്കാം. ഒരു ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള സമയത്തിന് പറയുന്ന പേരാണ് മെഷീൻ സൈക്കിൾ. അപ്പോൾ ഈ മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത് നമ്മളെ മൈക്രോ കൺട്രോളറിൻ്റെ ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ ഓസിലേറ്ററാണ് നമുക്ക് മൈക്രോ കൺട്രോളറിലേക്ക് ക്ലോക്ക് സിഗ്നലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു മെഷീൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ക്ലോക്ക് പീരീഡാണ്. ഒരു ക്ലോക്ക് പീരീഡിനകത്താണ് നമ്മുടെ ഒരു മെഷീൻ സൈക്കിൾ വരുന്നത്. അപ്പോൾ ഇവിടെ മെഷീൻ സൈക്കിളിൻ്റെ ടൈം എത്രയാണെന്ന് കാണണമെങ്കിൽ നമ്മൾ ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി എത്രയാണോ അതിനെ 1/, ഫ്രീക്വൻസി ഓഫ് ഓസിലേറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മെഷീൻ സൈക്കിളിൻ്റെ സമയം എത്രയാണെന്നുള്ളത് കിട്ടും. നിങ്ങൾ ഇലക്ട്രോണിക്സൊക്കെ പഠിച്ചിട്ടുണ്ട്. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 1/f. അതേപോലെ തന്നെയാണ് ഇവിടെ അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഇവിടെ T എന്ന് പറഞ്ഞാൽ മെഷീൻ സൈക്കിളിൻ്റെ സമയമാണ്. അതെന്ന് പറഞ്ഞാൽ 1/, ഫ്രീക്വൻസി ഓഫ് ഓസിലേറ്റർ ആയിരിക്കും. ഇതിനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഓസിലേറ്റർ ഫ്രീക്വൻസി 1 MHz ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളുടെ മെഷീൻ സൈക്കിളിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ 1/1 MHz. അപ്പോൾ ഇവിടെ 10⁻⁻6 എന്ന് കിട്ടും. അല്ലെങ്കിൽ 1 മൈക്രോ സെക്കൻഡ് ആയിരിക്കും ഒരു മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഈ AVRൻ്റെ ടൈം ഡിലേ, ഇപ്പോൾ ഒരു ഇൻസ്ട്രക്ഷനൊക്കെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ സമയം കണക്കാക്കുന്നതിൽ അതിലെന്തൊക്കെ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി. പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മളുടെ AVR മൈക്രോ കൺട്രോളറിൻ്റെ ഡിസൈൻ. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ഓരോ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ സമയത്തിന് ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ AVR മൈക്രോ കൺട്രോളറിൽ ഒരുവിധം ഇൻസ്ട്രക്ഷനൊക്കെ ഒരു മെഷീൻ സൈക്കിളിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനാണ്. ചില ഇൻസ്ട്രക്ഷൻസ് 2 മെഷീൻ സൈക്കിളിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസും ഉണ്ട്. എങ്കിലും ഭൂരിഭാഗം ഇൻസ്ട്രക്ഷനും ഒറ്റ മെഷീൻ സൈക്കിളിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഇൻസ്ട്രക്ഷൻസാണ്. അപ്പോൾ ഇതിൽ ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി, ക്രിസ്റ്റൽ ഓസിലേറ്റർ കണക്ട് ചെയ്യുന്ന 2 പിന്നുകളാണ് XTAL1 അതുപോലെ തന്നെ XTAL2 എന്ന് പറയുന്നത്. ആ 2 പിന്നിലേക്ക് കണക്ട് ചെയ്യുന്ന ക്രിസ്റ്റൽ ഓസിലേറ്റർ നമ്മളെ മൈക്രോ കൺട്രോളറിൻ്റെ സ്പീഡിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ഈ ക്ലോക്ക് പീരീഡ് എന്ന് പറയുന്നത് ഈ ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ മൈക്രോ കൺട്രോളറിൻ്റെ സ്പീഡ് കുറച്ച് ഇൻക്രീസ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം AVR മൈക്രോ കൺട്രോളറിൻ്റെ ഡിസൈന് തന്നെയാണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ഹാർവാർഡ് ആർക്കിടെക്ചർ. ഹാർവാർഡ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം മെമ്മറിക്കും ഡാറ്റ മെമ്മറിക്കും പ്രത്യേകമായിട്ട് വേറെ ബസ്സുകളുണ്ട് ഡാറ്റ കൊണ്ടുപോകാനൊക്കെ. അതുകൊണ്ട് തന്നെ സ്പീഡ് കൂടുതലായിരിക്കും. അത് നമ്മൾ ഫീച്ചേഴ്സൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. അതുപോലെ തന്നെ റിസ്ക് ആർക്കിടെക്ചറാണ് ഉപയോഗിക്കുന്നത്. റിസ്ക് ആർക്കിടെക്ചർ ഉപയോഗിക്കുന്നതുകൊണ്ടും സ്പീഡ് വളരെയധികം ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ പൈപ്പ് ലൈനിങ്ങിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഈ പൈപ്പ് ലൈനിങ് കാരണവും നമ്മുടെ AVR മൈക്രോ കൺട്രോളറിന് സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന ഇതായിട്ട് കാണാം.